ദിസ് ഇസ് മീ നന്ദ റോസ് ഡൊമിനിക് ഫ്രം പൂണോളിൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഡിസൈനർ ലെഹങ്കാസിൻ്റെ കളക്ഷൻ കാണാം. നല്ല യുണീക്ക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഈ ഒരു ലെഹങ്ക നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വൺ വരുന്നത് ഈ ഒരു നല്ല കളർ കോമ്പിനേഷനിലാണ്. ഒരു ബ്രൗൺ പ്ലസ് ഒരു ബേജ് കളർ കോമ്പിനേഷനിലോട്ടാണ് വരുന്നത്. ഇതിലൊരു പിങ്ക് കളറിലുള്ള ഒരു ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡിലോട്ട് വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ലൊരു ഡിസൈനർ ടച്ചിലാണ്. യൂഷ്വലി നല്ല ഡിസൈനർ ലേബിൾസ് ഒക്കെ ചെയ്യുന്ന ഒരു തരം ഒരു ഡിസൈനാണ്. ബട്ട് ഇൻ എ വെരി അഫോർഡബിൾ പ്രൈസ് റേഞ്ച്. ഇതിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത്, ആസ് യു കെൻ സീ ഹിയർ. പിന്നെ ഇതൊരു കോൺട്രാസ്റ്റ്, നല്ലൊരു ഓവറോൾ നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഇവിടെ ഒരു വി നെക്ക് ലൈൻ, ഇത് സ്റ്റിച്ച്ഡ് അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു പർപ്പിൾ പ്ലസ് പിങ്ക് കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ആയാലും കളർ കോമ്പിനേഷൻ ഇപ്പോൾ ഈ മൂന്ന് ഇതിലും വരുന്നത് നല്ല പ്രിറ്റി ആയിട്ടാണ് വരുന്നത്. ഇതിൽ വരുമ്പോഴേക്കും കുറച്ച് പേളിൻ്റെയും ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് എല്ലാം വന്നിട്ടുണ്ട്. ബോർഡറിൽ ഇങ്ങനെ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട്. നെറ്റ് ബേസാണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത്, പ്ലസ് കാറ്ററിംഗ് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലോറൽ തീമിലാണ് ഈ ലെഹങ്കാസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വെഡ്ഡിങ് സീസണിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്കേർട്ട് വരുമ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ്, ഇവിടെ ഒരു ലൈറ്റർ ഷെയ്ഡ്, ടോപ്പിലും എൻസിലും ഈ ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാലൻസ് ഉള്ള ലുക്കായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബേൺഡ് ഓറഞ്ച് പ്ലസ് ഒരു ബ്ലഷ് പിങ്ക് കളറിലുള്ള കോമ്പിനേഷനാണ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു സീസണിലായാലും നല്ല മൂവിങ് ഷെയ്ഡാണ് ഈ ഒരു ബേൺഡ് ഓറഞ്ച് പ്ലസ് ബ്ലഷ് പിങ്ക് കോമ്പിനേഷൻ. ഇതിൽ ഫ്ലോറൽ ഡീറ്റെയിൽസ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നെറ്റ് ബേസിൽ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു ബിലോ 10K റേഞ്ചിലാണ് ഈ മൂന്ന് ലുക്സും വരുന്നത്. നമുക്കറിയാമല്ലോ, ലൈക്ക് ഇത്ര വർക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ലെഹങ്ക സെറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഗോണ ബി വെരി എക്സ്പെൻസീവ്. ഇത് നമുക്ക് കിട്ടുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഇനി ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് കുറച്ചുകൂടി ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ലെറ്റ്സ് സീ ദം. മെഹന്തി ഗ്രീൻ കളർ കോമ്പിനേഷൻ, സച്ച് എ പ്രിറ്റി കളർ കോമ്പിനേഷൻ. നമുക്ക് മെഹന്തിക്കൊക്കെ ഒരു ബ്രൈഡിന് ഇടാൻ പറ്റുന്നത്. ഈവൻ ഇപ്പോൾ ഹൽദിക്ക് വരെ ബ്രൈഡ്സ് യൂഷ്വലി എപ്പോഴും യെല്ലോന്ന് മാറി കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സീസണിലോട്ട് നമ്മൾ മാറിയേക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ബ്രൈഡ്സിൻ്റെ പ്രീ വെഡിങ് ഇവൻറ്റ്സിന് വേണ്ടി ചെയ്യാവുന്നതാണ്. എല്ലാം വരുന്നത് ബിലോ 10K പ്രൈസ് റേഞ്ചാണ്. നല്ല ഹെവി ആൻഡ് ബ്യൂട്ടിഫുൾ പീസാണ് വരുന്നത്. ടോപ്പ് ഞാനിങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് നോട്ട് സ്റ്റിച്ച്ഡ്. നമുക്ക് വേണ്ട രീതിയിൽ ഇതിൽ നിന്ന് പാച്ചൊക്കെ ചെയ്ത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ലുക്കായിരിക്കും വരുന്നത്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമ്മളധികം കണ്ടു വരാത്തൊരു പാറ്റേണിലാണ് ഇത് വരുന്നത്. അത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ്. സിൽവർ ആൻഡ് ഗോൾഡിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം ഒരു ട്രഡീഷണൽ ഇവൻറ്റിൽ. ഇപ്പോൾ ഒരു മധുരം വെപ്പിന് നമുക്കൊരു മോഡേൺ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു ലുക്ക് നമുക്ക് വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് എന്ത് ട്രഡീഷണൽ ഇവൻ്റ് ആയിക്കോട്ടെ, ഒരു ഗോൾഡ് ആ ഒരു ഇത് തന്നെ വെക്കണം. പക്ഷെ എന്നാൽ കുറച്ച് മോഡേൺ ലുക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു അപ്രോച്ച് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടോപ്പൊക്കെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ വരുമ്പോഴേക്കും ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു യുണീക്ക് കളർ കോമ്പിനേഷനിലാണ്. ഞാൻ ഈ കളർ കോമ്പിനേഷൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ ഇത്ര അടിപൊളി കളർ കോമ്പിനേഷൻ കണ്ട് ഞാൻ ആ ഒരു ഷോപ്പിൽ പോയി കുറച്ച് പീസസ് വാങ്ങി നമ്മൾ സോഴ്സ് ചെയ്തതാണ്. ഇതിൽ ഇങ്ങനെ ഒരു മോട്ടീഫ്, ഒരു ഹാഫ് മണ്ഡല ഡിസൈൻ പോലത്തെ ഒരു പാറ്റേൺ ആണ്. മെഷീൻ എംബ്രോയിഡറി ബേസാണ്. പാനൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒതുങ്ങി ഇരുന്നോളും. ഇതുപോലെ ദുപ്പട്ട വരുന്നു സിൽവറിൽ, മെഷീൻ എംബ്രോയിഡറി സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട്. നെക്സ്റ്റ് വരുന്ന ലുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു ഷിമ്മറി പിങ്ക് കളറിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. ഒരു ഗോൾഡിഷ് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് ഇത് വരുന്നത്. ഫുള്ളി മെഷീൻ എംബ്രോയിഡേർഡ് ബേസാണ്. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി അറിയാം. നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഓവറോൾ നമുക്ക് ബ്രൈഡ്സിനൊക്കെ പ്രീ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻസിനും എല്ലാത്തിനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കായിരിക്കും. ഈ ഒരു പോർഷൻ വരുമ്പോഴേക്കും കുറച്ച് ഫ്ലോറൽ ബുട്ടാസ് ആണ് വരുന്നത്. എൻസിലോട്ട് കുറച്ചുകൂടി ഒരു മോട്ടിഫി ഡിസൈനാണ് ഇത് വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ഒരു വി നെക്ക് ലൈൻ കൊടുത്തിട്ട് ഫുള്ളി എംബ്രോയിഡേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കോഡിങ് ഡീറ്റെയിൽസും സീക്വൻസും ത്രെഡ് വർക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇതിൽ ദുപ്പട്ട വരുമ്പോഴേക്കും ഒരു ഷിമ്മറി ഫാബ്രിക് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ബേസിൽ ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഓവറോൾ ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് യുണീക്ക് ലുക്കായിരിക്കും. എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 10 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് മെഷീൻ എംബ്രോയിഡറിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പ്രൈസ് ഷൂട്ടപ്പ് ചെയ്യുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ബ്രൈഡ്സിനും ചൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഈ ലെഹങ്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ DM ചെയ്യുക. ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. അപ്പോൾ ഈ സീസൺ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് മിനിറ്റ് വെഡ്ഡിംഗ് ബയേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി ഓർഡർ പ്ലേസ് ചെയ്യുക. വാട്സാപ്പ് ത്രൂ മെസ്സേജ് അയക്കുവാണെങ്കിൽ ആ ടീം വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു. താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.